പ്രളയ സ്ഥിതിഗതികൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യം. താമസിക്കുന്നെങ്കിൽ പോലും അവർക്കും വീടുകളിൽ അവർ ചിലപ്പോൾ കുടുംബ വീട്ടിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത്. അത് ക്യാമ്പിൽ വന്നെങ്കിൽ മാത്രമേ അത്തരം സഹായങ്ങൾ ലഭിക്കൂ എന്നുള്ളത് ശരിയല്ല. വെള്ളം കയറിയ വീടുകളിൽ എല്ലാവർക്കും അവരെവിടെ താമസിച്ചാലും അവർക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ ലഭിക്കും. തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യത്തിൽ അവിടെ മാലിന്യം അണിഞ്ഞു കൂടുന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിഷേധം പോലും രാഷ്ട്രീയ പാർട്ടികളിലും നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ഞാൻ അവിടെയുള്ള മുൻ മന്ത്രി കൂടിയ ശ്രീ MLA ശ്രീ G സുധാകരൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഏതാണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ പൂർണ്ണമായി പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോഴുള്ളത്. ആദ്യം ഇത്തിരി ആശങ്കകളൊക്കെ പലരും പ്രകടിപ്പിച്ചെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തു എന്നുള്ള വിവരമാണ് എൻ്റെ പറഞ്ഞ ഷട്ടർ MLA അത് സൂചിപ്പിച്ചു. ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അത് ഏതാണ്ട് 30 വർഷം പഴക്കമുള്ള ഒരു ഷട്ടറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമ്മുടെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മൾ നഷ്ടം കണക്കാക്കുക എന്നുള്ളത്. ഇതുവരെയുള്ള കണക്ക് ഞങ്ങൾക്ക് ഇന്നലെ ക്യാബിനറ്റിൽ കിട്ടിയിരുന്നു. പക്ഷെ അത് പൂർണ്ണമല്ല. പല കണക്കുകൾ ഇനി വരാനിരിക്കുന്നുള്ളൂ. അത് കൃഷിനഷ്ടം, വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടത്, ഭാഗികമായി നഷ്ടപ്പെട്ടത്, റോഡുകൾ തകർന്നത്, ഇതുപോലെ ഇത്തരത്തിലുള്ള ഷട്ടറുകൾ തകർന്നത്, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ കണക്ക് എടുക്കുന്നേ ഉള്ളൂ. എത്രമാത്രം നഷ്ടം വരും എന്നുള്ള കാര്യം അതിനനുസരിച്ച് അത് ലഭിച്ചതിന് ശേഷം തീരുമാനം ഉണ്ടാവും. മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ മഴ പെയ്യാതിരിക്കട്ടെ എങ്കിൽ പോലും ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് തിരികെ വീടുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ സാഹചര്യം എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് LSGD ആണ് അതിന് പഞ്ചായത്തുകളും നഗരസഭയൊക്കെ അതിൻ്റെതായ താല്പര്യമെടുക്കും. അവരത് കാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. റവന്യൂ വകുപ്പിൻ്റെതായ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ ഏറ്റവും പ്രധാന ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും ഒക്കെ നമ്മൾ മുമ്പ് നടത്തിയ ഒരു സിസ്റ്റം നിലവിലവിടെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്ത രീതിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യും. ആർക്കും പരമാവധി ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജനപ്രതിനിധികളൊക്കെ എല്ലാവരും സജീവമാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട്. ഈ കണ്ണൂരിൽ മരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം അത് ഫ്രീസറിലല്ല കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, വാർത്തകളിൽ കണ്ടു. ഞാനത് അത്തരം കാര്യങ്ങളിലേക്ക് പരമാവധി ഞാൻ പറയുന്നത് അവർ ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു മരണം എന്ന് പറയുന്നത്. ഒരുപാട് പേരെ സഹായിച്ച് വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന്റെ ഇത്തരമായ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും വാർത്തകൾ കണ്ട കാര്യങ്ങളുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അനാസ്ഥയല്ലേ? ഇത്തരം സേവനം ചെയ്തൊരു മനുഷ്യന്റെ ശരീരത്തിന് പോലും ഒരു അപമതിപ്പുണ്ടാക്കുന്ന രീതിയല്ലേ അത്? എന്താണ് സംഭവിച്ചത് അന്വേഷണ ശേഷം പറയാം. നടപടി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അന്വേഷിക്കാം കാര്യങ്ങൾ. ഈ പൊഴിമുഖം മുറിക്കുന്ന കാര്യത്തിൽ ഒരു ഉദാസീനത ഉണ്ടായി, ശാസ്ത്രീയമായല്ല അത് മുറിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ ആരോപണമുണ്ടല്ലോ. നന്നായിട്ട് നടക്കുന്നുള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാം. ആ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇടപെട്ട് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിക്കാം. പക്ഷേ അത്തരം കാര്യങ്ങളില്ല, ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. കുട്ടനാട്ടിലേക്ക് പോകുന്നുണ്ടോ? കുട്ടനാട്ടിലേക്ക് പോകുന്നു. MLA താങ്കൾ വിളിച്ചിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നു. ശ്രദ്ധപ്പെട്ടിരുന്നോ? ഓക്കെ, വെള്ളം ഇറങ്ങട്ടെ. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഈ പ്രളയ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുന്നുണ്ട്, അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പ്രളയക്കെടുതിയും നാശവും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ രാജേഷിൻ്റെ മൃതദേഹത്തോട് കാട്ടിയ അനാദരവിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും. കുട്ടനാട്ടിലേക്ക് താൻ പോകുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.